അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബിസ്മില്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ അടുത്ത് നടന്ന ഒരു സംവാദം, അതായത് ഖുർആൻ ദൈവികമോ എന്ന ടൈറ്റിലിൽ നടന്ന ഒരു സംവാദം, മജീദ് മദനിയും അതേപോലെ മജീദ് സുല്ലമി എന്ന് പറയപ്പെടുന്ന ഒരു യുക്തിവാദിയുമായിട്ട് നടന്ന ഒരു സംവാദം. അതിൻ്റെ ചില അവലോകനങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടിയുമാണ് നമ്മൾ ക്ലിപ്പ് സഹിതം കേൾപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. അങ്ങനെ അദ്ദേഹം വിഷയാവതരണത്തിൽ ചില ക്വസ്റ്റ്യൻസ് വെച്ചിരുന്നു. ആ ക്വസ്റ്റ്യന് നമ്മൾ പ്രമാണബദ്ധമായ മറുപടിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് കൂടുതൽ സംസാരത്തിലേക്കൊന്നും പോകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അദ്ദേഹം എന്താണ് ആദ്യം ഉന്നയിച്ച വാദം എന്ന് കേൾക്കാം. അതോ പിശാചിന്റെ കൈകടത്തിൽ അതിൽ വന്നിട്ടുണ്ടോ? ഖുർആനിൽ 22:52 പറയുന്നു, ഖുർആനിൽ പിശാചിന്റെ കൈകടത്തലുകൾ വന്നിട്ടുണ്ട് എന്ന്. ആർക്ക്? എല്ലാ പ്രവാചകന്മാർക്കും. മുഹമ്മദിന്റെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരിലും ഇതുപോലെ വേദഗ്രന്ഥങ്ങൾ അവരിലേക്ക് പറയുമ്പോഴെല്ലാം പിശാച് ഇടപെടുകയും ആ ഇടപെടുന്നതിനെ മായ്ച്ചു കളയുകയും ചെയ്യും. അള്ളാഹു മായ്ച്ചു കളയും. ഷെയ്ത്താൻ എന്ത് പറഞ്ഞോ അത് മായ്ച്ചു കളയും അള്ളാഹു. സുഹൃത്തുക്കളെ, ഇതാണ് 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 52-ാമത്തെ വചനം. അതായത്, നിനക്ക് മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് തൻ്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല. എന്നാൽ പിശാച് ചെലുത്തിവിടുന്നത് അള്ളാഹു മായ്ച്ചു കളയുകയും എന്നിട്ട് അള്ളാഹു തൻ്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനും ആകുന്നു. ഇതാണ് ആ വചനം. ഇദ്ദേഹത്തിന് വാദം ഈ പിശാചിൻ്റെ വചനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇല്ല എന്നാണ് ഇവിടെ ഈ ആയത്ത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്നത്. അപ്പം ഇദ്ദേഹം എന്ത് വാദമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറഞ്ഞതിനെ ഇദ്ദേഹം തന്നെ ഗണ്ണിക്കുകയാണ് മുഴുവനായിട്ട് ആയത്ത് വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം പിശാചിൻ്റെ വചനം ഖുർആനിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഏതാണ് ആ വചനം എന്നുകൂടി ഇദ്ദേഹം കൊണ്ടുവരണം. പിന്നെ പിശാചിൻ്റെ വചനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വചനം ഖുർആനിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമാണിത് മുഴുവനും. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ്, മനുഷ്യർക്കുള്ള ബോധനമാണിത്. മനുഷ്യർക്കുള്ള ചിന്തിക്കാനും അതേപോലെ സന്മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരു വഴികാട്ടിയുമാണ് ഖുർആൻ എന്നുള്ളത്. പിന്നെ ഖുർആനിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ഒരു വചനം പോലും വചനം പോയിട്ടൊരു അർഫ് പോലും ഖുർആനിലേക്ക് കയറിക്കൂടാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. കാരണം സൂറത്ത് ബഖറയിൽ നമുക്ക് കാണാം, പല സൂറത്തുകളിലും ഈ കാര്യം പറഞ്ഞിട്ട് അവസാനം ഈ സൂറത്ത് ബഖറയിലെത്തിയപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നാം അവതരിപ്പിച്ചതിനെ, നമ്മുടെ ദൂതൻ്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ ഇവർ വല്ല സംശയാലുക്കളാണെങ്കിൽ, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്വന്തം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായിട്ട് പറയുന്നതാണ് എന്ന സംശയം ഇവർക്ക് ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇതുപോലുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുപോവാ. ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഒരു സൂറത്ത് കൊണ്ടുപോവാ. വഅദുൻ ഷുഅറാഅക്കും, അതായത് നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വീമ്പിളക്കിയിട്ട് ഇതിൽ മറ്റേ മനുഷ്യൻ്റെ വചനമുണ്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ വചനമുണ്ട് എന്ന് പറയല്ല വേണ്ടത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് കണ്ട നിങ്ങൾക്ക് കൂട്ടാൻ കഴിയുന്ന അള്ളാഹു ഒഴികെയുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം. പിശാചിനെ കൂട്ടാം, അതല്ല മനുഷ്യരെ കൂട്ടാം, ഏത് ടെക്നോളജി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോവാ. ഒരു സൂറത്തെങ്കിലും കൊണ്ടുപോവാ. സൂറത്ത് ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്ത് കൗസർ, ആകെ 3 ആയത്ത് ഉള്ളൂ. അതിന് തുല്യമായ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഒരു കൈകടത്തൽ ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം. എന്നിട്ട് തെളിയിക്കും. അതല്ലേ വേണ്ടത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബി സൂറത്തിൻ ബിൻ മിസ്ലിഹി വഅ്തു ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. അതായത് നമ്മുടെ ദാസനെ നാം അവതരിപ്പിച്ചു കൊടുത്തതിന്, വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാം. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഹജ്ജിലെ 52 കഴിഞ്ഞിട്ട് 53-ാമത്തെ വചനമുണ്ടല്ലോ, അതിലിങ്ങനെയാണ് പറയുന്നത്, ആ പിശാച് കുത്തിച്ചെലുത്തുന്ന കാര്യത്തെ ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും ഹൃദയങ്ങൾക്ക് അടുത്തുപോയവർക്കും ഒരു പരീക്ഷണമാക്കി തീർക്കുവാൻ വേണ്ടി അത്രേ അത്. തീർച്ചയായും അക്രമികൾ സത്യത്തിൽ നിന്നും വളരെ വിദൂരമായ വഴികേടിലാകുന്നു. ഇവിടെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്.
ഈ അജബ്ബാർ അതേപോലെയുള്ള ഒരുപാട് കപട വിശ്വാസികളും അതേപോലെ ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ വളരെ വഴികേടിലായിക്കൊണ്ട് അതായത് ഹൃദയങ്ങൾ രോഗമുള്ള ആളുകളാണ് ഇവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി എന്താണ് വിഷയം എന്താണ്? ഇദ്ദേഹം പറയുന്നത് ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിലേക്ക് പിശാച് തൻ്റെ ദുർബോധനം നടത്തി എന്നാണ്. അങ്ങനെയല്ല ശരിക്കും. നമുക്ക് ഏത് തഫ്സീർ എടുത്ത് നോക്കിയാലും ഈ വിഷയം കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്മാർ ആളുകൾക്ക് പല നിർദ്ദേശങ്ങൾ, പല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും. ഏകദൈവ വിശ്വാസത്തിലേക്ക് സ്നേഹിക്കുകയും അതുപോലെ ദുർവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാനും സൽപ്രവർത്തനങ്ങൾ ചെയ്യാനുമൊക്കെ പറയുന്ന സമയത്ത് ഈ സമയങ്ങളിൽ ചില പിശാചുക്കൾ ഈ ആളുകൾക്കിടയിൽ അവർ എന്ത് ചെയ്യും, ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ശരിയല്ല, ഇത് മായാജാലമാണ്, അതല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ മുമ്പുള്ള പിതാക്കൾ ചെയ്തിരുന്നില്ല, ഞങ്ങളുടെ പിതാക്കൾ എന്തു ചെയ്തു അതിലേക്ക് ഞങ്ങൾ പോകും. അങ്ങനെ വരുന്ന പല കാര്യങ്ങളും ഇവർ എന്ത് ചെയ്യും, ഈ പിശാചുക്കൾ ഇവർക്ക് ദുർബോധനമായിട്ട് നൽകും. ഇതിനെ ഇവർ പിന്തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഈ ഇതിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവർ നഷ്ടക്കാരായിത്തീരും. അത് ഖുർആനിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് സൂറത്ത് ബഖറയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടെ നിന്ന് പുറത്താക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കിടയിലേക്ക് നമ്മളുടെ മാർഗദർശനം നാം അയക്കുന്നതാണ്. അപ്പോൾ ആ മാർഗദർശനം ആര് പിൻപറ്റിയോ അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പിശാചുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കിടയിൽ ഈ വിശ്വാസം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ഏകദൈവ ആരാധനയിൽ നിന്നും മാറിപ്പോകാനും, അപ്പോൾ ഉദാഹരണത്തിന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത പിന്നീട് ഈ വദ്, സുആ, യഊസ്, യസ്ർ എന്ന് തുടങ്ങിയ പല ബിംബങ്ങളെയും ആരാധിച്ചു വന്നതെന്ന് വെച്ചാൽ അവർ നല്ല ആളുകളായിരുന്നു. പക്ഷേ അവർ മരണശേഷം ഈ പിശാച് പല ദുർബോധനങ്ങളും, നല്ല ആളാണല്ലോ, അവരുടെ ഒരു സ്റ്റാച്ചു ഉണ്ടാകാം, അങ്ങനെ പിന്നീട് അവരുടെ സ്റ്റാച്ചു ഒരു പ്രതിമ പിന്നീട് അവരെന്തായി ഒരു ആരാധനക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവരോട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഏകദൈവ വിശ്വാസത്തിൽ നിന്നും വഴിമാറി തുടങ്ങുമ്പോഴാണ് പല പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നതും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ ദുർബോധന നടത്തുന്നതിനെ നാം വായിച്ചു കളയും, അള്ളാഹുവിൻ്റെ വചനം അത് നിലനിർത്തുകയും ചെയ്യും എന്നുള്ളത്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. അവസാന ഗ്രന്ഥമായ ഖുർആനിൽ ഒരു കൈകടത്തലുകളും ഇല്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. അതിലൊന്നാണ് ഞാൻ സൂറത്ത് ബഖറയിലെ 24ാമത്തെ വചനത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുക എന്ന ഒരു വെല്ലുവിളി നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ വിഷയം കഴിഞ്ഞു. അടുത്ത എന്താണെന്ന് നമുക്ക് കേൾക്കാം. പിന്നെ പല ഖുർആൻ വാക്കുകളും നോക്കിയാൽ ഇത് ആരുടെ വാക്കാണ് എന്ന് പിടുത്തം കിട്ടാത്തത് ഒരു മിമിക്രി മോഡലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിമിക്രിക്കാരൻ ആദ്യം അച്ഛനായിട്ട് അഭിനയിക്കും, പിന്നെ മകനായിട്ട് അഭിനയിക്കും, അമ്മയായിട്ട് അഭിനയിക്കും, ഒക്കെയും ഒരാളെന്നായിരിക്കും. ആദ്യം അള്ളാഹു, പിന്നെ ജിബ്രീൽ, പിന്നെ മലക്ക്, പിന്നെ മുഹമ്മദ് എന്നിങ്ങനെ രീതി കളിക്കുന്ന കുറച്ച് കളികൾ ഖുർആനിൽ അനവധി സ്ഥലത്തുണ്ട്. അതെല്ലാം ഇപ്പോൾ ഞാൻ പറയുന്നില്ല, 1-2 സ്ഥലം മാത്രം പറയുന്നു, ബാക്കി നോക്കാം. ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ 70-40 പറയും, ഞാൻ സത്യം ചെയ്യുന്നു ഏത് കിഴക്കും പടിഞ്ഞാറും അസ്തമിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച്. സൂര്യാതമയം അസ്തമയം ഉദയം പറഞ്ഞിട്ടാണ്. ആ അസ്തമയം ഉദയം എന്നുള്ള വിഷയത്തിലുള്ള ചർച്ച അല്ലാന്ന് പറഞ്ഞത്. ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി, ഇവിടെ ആരാണ് സത്യം ചെയ്യുന്നത്? ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു. ആരാണ് സത്യം ചെയ്യുന്നത്? അള്ളാഹുവാണോ, മുഹമ്മദാണോ, മലക്കാണോ, ജിബ്രീലാണോ? ആരുടെ വാക്കാണ്? എനിക്ക് പറയാനുള്ളത് ഇത് ആരുടെ വാക്കാണോ? അള്ളാഹുവിൻ്റെ വാക്കാണോ, മുഹമ്മദിൻ്റെ വാക്കാണോ, ജിബ്രീലിൻ്റെ വാക്കാണോ? ഇങ്ങനെ സംശയം ധരിപ്പിക്കുന്ന ഒരുപാട് പദങ്ങൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട 2 മാത്രമേ ഞാൻ അപ്പം പറയുന്നു. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക, ഞങ്ങൾ ഇറങ്ങി വരുന്നില്ല അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടല്ലാതെ. സൂറത്ത് മറിയമിലെ 64-ാമത്തെ ആയത്ത്. 1964 പറയുന്നത് ഞങ്ങൾ ഇറങ്ങി വരുന്നില്ല അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടല്ലാതെ. ഇത് ആരുടെ വാക്കാണ്? അള്ളാഹു പറയല്ലോ, അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടല്ലാതെ ഞങ്ങൾ ഇറങ്ങി വരുന്നില്ല. ഇത് ആരാണ് പറഞ്ഞത്? എങ്ങനെ ഇത് ഖുർആനിൽ വന്നു? അള്ളാഹുവിൻ്റെ വാക്കാണെങ്കിൽ അള്ളാഹു പറഞ്ഞതല്ല പറയേണ്ടത്, കാൽ അള്ളാഹു അല്ലെങ്കിൽ കുൽ എന്തെങ്കിലും പറയട്ടെ. ഖുർആനിൽ കുൽ കാല എന്ന് പറഞ്ഞിട്ടില്ലാതെ ആരുടെ വാക്കാണ് എന്ന് മനസ്സിലാവാത്ത ധാരാളം പദപ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. അതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ഇതിൽ പല കൈക്കടത്തലുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇതൊരു മിമിക്രി പോലെയാണ്. എന്തായാലും ആയത്ത് ഞാൻ വായിക്കാം. ഫലാ ഉഖ്സിമു ബിറബ്ബി അൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ അതായത് എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമന സ്ഥാനങ്ങളുടെയും രക്ഷിതാവിൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, തീർച്ചയായും നാം കഴിവുള്ളവനാണ് എന്ന്. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഖുർആൻ എന്നുള്ളത് അതിൻ്റെ ഒരു ശൈലിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഖുർആൻ്റെ ശൈലിയിൽ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഒരു ഖുർആൻ്റെ ഒരു സൂറത്ത് പോയിട്ട് ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ഖുർആൻ്റെ പല രീതികളുണ്ട്. മിക്രി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം മാറ്റി സംസാരിക്കുക എന്നാണ് അതിന് പറയാം. ഇദ്ദേഹം മോണാക്റ്റായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചതായിരിക്കും. ചിലപ്പോൾ നമ്മൾ അച്ഛനായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ മകളായിട്ട് അഭിനയിക്കുക. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്
അള്ളാഹുവിനെ പറ്റിയിട്ട് നമുക്ക് അള്ളാഹു അറിയിച്ചു തരുന്ന ചില കാര്യങ്ങളാണ്. അതായത് അള്ളാഹു പറയുകയാണ്, ഉദയന സ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ അസ്തമയ സ്ഥാനങ്ങളുടെയും രക്ഷിതാവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ അവൻ തന്നെ അവനെ സത്യം ചെയ്ത് പറയുകയാണ്. അത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല എന്ന് അത് വിലക്കിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അവനും മേലെ വേറെ ആരുമില്ല, അവനെ കൊണ്ട് തന്നെയാണ് സത്യം ചെയ്ത് പറയുന്നത്. നമുക്ക് മേലെയുള്ളവനാണ് നമ്മളുടെ സൃഷ്ടാവായ അള്ളാഹു. അവനെ പിടിച്ച് മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടികളെയും അതേപോലെ അവനെയും ഒക്കെ അവൻ സത്യപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗുരുതരമായ അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കാനാണ് ഈ സത്യം ചെയ്തു പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് ആ ആയത്തിൻ്റെ മുകളിലുള്ള ആയത്തും അടിയുള്ള ആയത്തും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ സത്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ആ വിഷയം അങ്ങനെ വരുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മിമിക്രി ഒന്നല്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ ഖുർആൻ്റെ ശൈലിയാണത്. ആ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഈ ശൈലികൾ നമുക്ക് പല ഭാഷകളിലും ഉണ്ട്, ഇതേ ശൈലി എന്നുള്ളതാണ്. ഇനി അടുത്ത ആയത്ത് കൂടെ നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി അടുത്തതായിട്ടുള്ള സൂറത്ത് മറിയയിൽ 64-ാമത്തെ വചനം, 19-ാം അധ്യായം 64-ാമത്തെ വചനം. നബിയോട്, അതായത് താങ്കളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല. നമ്മുടെ മുമ്പിലുള്ളതും നമ്മുടെ പിന്നിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം അവൻ്റേതത്രേ. താങ്കളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല. ഈ ആയത്ത് ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതല്ലേ, ഇപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ സംസാരമല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഇത് ഇദ്ദേഹം കൊണ്ടുവരുന്നതല്ല, ശരിക്കും ഓറഞ്ചിസ്റ്റുകളും അതേപോലെയുള്ള ആളുകളൊക്കെ കൊണ്ടുവരുന്നതാണ്. അറബി ഭാഷ ജ്ഞാനമില്ലാത്ത ചില ആളുകളും വിമർശകരും ഇവർ കൊണ്ടുവരുന്നതൊന്നും ഇയാൾ കൊണ്ടുവരുന്നതല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇയാളൊക്കെ കുറച്ചൊരു അറബി പഠിച്ച ആളാണ്, വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്ത് കൊണ്ടുവരികയാണെന്ന് മാത്രം. ഇദ്ദേഹത്തിന് വേറെന്തോ പ്രശ്നം കൊണ്ടാണ് ഇദ്ദേഹം ഇസ്ലാം വിട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ആലം, എന്തോ ആവട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ മകൻ പറയേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൽ ഞാൻ അതിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പം ഇത് ആരുടെ വാക്കാണ്? ഞാനാണ് എഴുതുന്നത്, പക്ഷേ എൻ്റെ മകൻ പറയേണ്ട കാര്യമാണ് ഞാൻ എഴുതുന്നത്, അല്ലേ? അപ്പം ഇത് എൻ്റെ വാക്കാണിത്, എന്നാൽ എൻ്റെ മകൻ പറയേണ്ട കാര്യമാണ് ഞാനിവിടെ എഴുതി ചേർക്കുന്നത് എന്ന് മാത്രം. അതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഈ അറബി ജ്ഞാനമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എല്ലാ ഭാഷയിലും ഈ വിഷയങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെ വിമർശിക്കാൻ വേണ്ടി മാത്രം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതാണ് അദ്ദേഹം. ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും ഈ സംശയങ്ങൾ കൃത്യമായിട്ട് ഖുർആൻ പഠിക്കേണ്ട സമയത്ത് ഖുർആൻ പഠിക്കാതെ വേറെന്തോ മാങ്ങക്ക് കല്ലെറിയാൻ പോയ ഒരു പഠിതാവാണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ സുല്ലമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു പട്ടമാണ്. അതിന് ശേഷം ഈ കോഴ്സ് 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് 5 വർഷത്തെ പൊതുമേഖലകളിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു പരീക്ഷയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഈ വിഷയമായിട്ട് സംശയാലുമായിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ മതം വിട്ടിട്ടുണ്ടാവും. പിന്നീട് ഈ യുക്തിവാദികളുടെ കയ്യിൽ കിട്ടിയപ്പം ഈ വിമർശനങ്ങളൊക്കെ കയ്യിൽ കൊടുത്തപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ടുണ്ടാവാം. അള്ളാഹു എന്തായാലും ഇദ്ദേഹത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മറുപടി പറയുന്ന വിഷയങ്ങളാണ്. ഇതിൽ ഒരു സംശയവുമില്ല. ഇത് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും ഇതൊന്നൊരു സംശയമായിട്ട് തോന്നിയിട്ടില്ല. അന്നുള്ള അറബികൾ, അതായത് മക്ക നിവാസികളുണ്ടല്ലോ, അവരുടെ മുന്നിലാണല്ലോ ഇതൊക്കെ പറയുന്നത്, അറബികളായിട്ടുള്ള. എന്നാൽ അവർ പറയണ്ടേ, ഇത് ജിബ്രീലിൻ്റെ വാക്കാണല്ലോ, അല്ലെങ്കിൽ ഇത് പിശാചിൻ്റെ വാക്കാണല്ലോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതിന് അവർ തർക്കം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിന് അവരോടുള്ള ചോദ്യം ചോദിച്ചു, നിങ്ങൾ സംശയങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സൂറത്ത് കൊണ്ടുപോവാ. അങ്ങനെ ഇപ്പം അള്ളാഹു അല്ലാത്തവർക്ക് ഇത് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോവാ. ഈ ജിബ്രീൽ പറയുന്ന ഒരു ശൈലി ഉണ്ടാകും, എന്നാൽ ഈ ശൈലി അത് അള്ളാഹുവിൻ്റെ ശൈലിയാണ്. ഇപ്പോൾ ഫിറഔനെ പറ്റിയിട്ട് ഖുർആനിൽ പറയുന്നുണ്ട് ചരിത്രങ്ങൾ. ഫിറഔൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഖുർആനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പറയാം ഇത് അവരുടെ വാക്കാണല്ലോ, ഇത് അവരുടെ വാക്കാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു പോയാൽ എന്താ സ്ഥിതി? അങ്ങനെയല്ല. ഇത് ഖുർആൻ എന്നുള്ളത് മുഴുവനായിട്ടും അള്ളാഹുവിൻ്റെ വാക്കുകൾ മാത്രമാണ്. അതിലൊരു അർഫ് പോലും പുറത്തു നിന്നുള്ള ഒരാളുടെ വാക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകളാണ് കൃത്യമായിട്ട് ഖുർആൻ്റെ സംരക്ഷണം എന്നുള്ളത്. അത് ഹാഫിളാക്കിയിട്ടുണ്ട് അള്ളാഹു, അത് സംരക്ഷിച്ചിട്ടുണ്ട് അള്ളാഹു. അതിൽ മുന്നിലൂടെയോ പിന്നിലൂടെയും അസത്യം കയറി വരികയോ മറ്റുള്ളവരുടെ ഒരു വാക്ക് പോലും അതിലേക്ക് കടന്നുകൂടുകയോ ചെയ്യില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു
വാക്കാണത്. അള്ളാഹു കൃത്യമായിട്ട് സൂറത്ത് ഹിജ്റിൽ 9-ാമത്തെ വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാമാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് 1400 വർഷങ്ങളായിട്ട് ഇതുവരെ അതിലേക്കൊരു കൈകടത്തിൽ ചേർന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാം. അല്ലാതെ ഇതുപോലുള്ള അറബിക് ജ്ഞാനമോ അല്ലെങ്കിൽ ഖുർആനെ പറ്റി കൃത്യമായിട്ട് അറിയാതെയോ പറയുന്നതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ വിമർശനങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത വിഷയവുമായിട്ട് വരാം. എന്തായാലും ഞാൻ മറുപടി പറഞ്ഞു എന്ന് കരുതുന്നു. എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. നമ്മളൊന്നും കൂടുതൽ അറിവുള്ളവരല്ല, അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മളുടെ അറിവ് വെച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഖുർആന് പറ്റിയ തെറ്റല്ല, അത് എൻ്റെ മാത്രം തെറ്റായിരിക്കും. എന്തായാലും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.